ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ക്രീം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കപ്പ് കേക്കിനായാലും അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ബണ്ണ് അതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വെക്കാനൊക്കെ പറ്റിയുള്ള നല്ല അടിപൊളി ക്രീം, അതുപോലെ ഐസിങ് ചെയ്യാനും ഈ ഒരു ക്രീം നല്ല ബെസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും ഈ ഒരു ക്രീം. ബട്ടർ ക്രീം ഐസിങ് ആണ് ഞാനിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതും മൈദയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം. അത് നമുക്ക് ചൂട് കട്ടിയിട്ടുള്ള ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സെയിം കപ്പിന് തന്നെ അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് റെഡിയാക്കി എടുക്കണം. കട്ടയില്ലാതിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനത് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് തിക്കാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, കട്ട കുത്തൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് വരും. അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ആ ഒരു തിക്കാവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കറണ്ട് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇങ്ങനെ ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഓക്കെ, ഇത് നല്ല റൂം ടെമ്പറേച്ചറിലായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഈ ഒരു കളറിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഇനി ചെയ്ത് വരുന്ന സമയത്ത് ഇത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് ലൈറ്റായിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാൾട്ടഡ് അല്ല, അൺസാൾട്ടഡ് ബട്ടറാണ്. എന്നിട്ട് നമുക്കിത് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. നമുക്ക് സാധാരണ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുന്ന അത്ര ടൈമൊന്നും വേണ്ടിയില്ല. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ബീറ്ററാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായി കിട്ടും. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതൊന്നും തിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, കൂടുതൽ വെക്കരുത് കേട്ടോ. 10 മിനിറ്റിൽ കൂടുതലൊന്നും വെക്കരുത്, ഇത്രയും മതി. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് 2 മിനിറ്റ് നേരം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അത് നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ട് വരുന്നവരെ, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് ആയി കിട്ടും കേട്ടോ. കൈ വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ ടൈം എടുക്കുന്നു മാത്രം. അപ്പോൾ ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സ് കുറേശ്ശെ ഇതിലേക്കൊന്ന് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ആയതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അങ്ങനെ തുടർന്ന് പോവുക. അങ്ങനെ അത് കഴിയുന്നവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്
കാണുന്ന ആരെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരണമെങ്കിലൊക്കെ അതൊന്ന് ഫോളോ ചെയ്തിട്ട് അതിലൊന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യാനായിട്ട് പറയണത്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് സ്റ്റിഫായി കിട്ടും. കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്ന പോലെ കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ സെയിം മെത്തേഡായിട്ട് സെയിം സ്റ്റിഫ്നെസ്സിനോട് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. ഇതുണ്ടോ, ഒന്നും ആവുന്നില്ല. അപ്പോൾ ഇതൊന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ N1 നോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് ഈ കവറൊക്കെ ഒന്ന് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഒരു ക്രീം ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൽ വേണമെങ്കിൽ ഈ രീതിയിൽ ഐസിങ് ബട്ടർ ക്രീമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേക്കിൽ വേണമെങ്കിൽ ഐസിങ് ചെയ്തിട്ട് എടുക്കാം. ചിലർക്ക് ബട്ടർ ക്രീം നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ് കേക്കിനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. കപ്പ് കേക്കിനൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ നല്ല ആ ഒരു ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഞാനിതൊന്നും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രീം കിട്ടിയിട്ടുണ്ട്. ബട്ടർ ക്രീം ഐസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രീമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവുകയും ചെയ്യും. ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്